ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിയുക കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 to 1.5 ടീസ്പൂൺ വരെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. മീഡിയം ടൈപ്പ് തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഞാൻ ദാ ഇപ്പോൾ ഇതുപോലെ 2 എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ടാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം എന്താ ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് കൂടി. ആദ്യം ഞാൻ സവോളയിൽ ഒരിത്തിരി ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള തക്കാളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം എന്താ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ വേണം നമുക്കിതിനകത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഒന്ന് ലെവൽ ചെയ്തെടുത്തോളൂ. 1 ടീസ്പൂൺ മതിയാവും. എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് എരിവുള്ള കറിയല്ല, എന്നാൽ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ആ പൊടികൾ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറണം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ചെയ്യുക കേട്ടോ. ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മീഡിയം ടൈപ്പ് 1 ഉരുളക്കിഴങ്ങും നല്ല വലിയ ക്യാരറ്റ് ഉണ്ടല്ലോ, അത്ര വലിയ ക്യാരറ്റ് ആണെങ്കിൽ 1/2 മുറി മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം വലിപ്പത്തിലുള്ള 1 ക്യാരറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള 1 ക്യാരറ്റ് കേട്ടോ. തീരെ നൈസായിട്ടുള്ള കനം കുറഞ്ഞ ക്യാരറ്റ് ആണെങ്കിൽ 2 എടുക്കാം. നല്ല വണ്ണത്തിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 എടുക്കാം, മീഡിയം ടൈപ്പ്. 1 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒരുപാട് കൂടരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ഞാൻ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിന് മതിയാവും വെള്ളം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് 1 വിസിൽ, ഒരുപാട് വിസിൽ കേൾപ്പിക്കരുത്, ജസ്റ്റ് 1 വിസിൽ കേൾപ്പിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും ഒക്കെ വെന്തുടഞ്ഞു പോവും. ഈ സമയത്ത് ഒരു 5-6 പീസ് നമ്മുടെ ആ ഒരു പൂ കിട്ടുമല്ലോ, അതിലൊരു 5-6 പീസ് നമ്മുടെ കോളിഫ്ലവർ എടുത്തതിന് ശേഷം 1 പീസിനെ ഞാനൊരു 4ആയിട്ടൊക്കെ കട്ട് ചെയ്തു. കുറച്ച് വലിയ പീസാണെങ്കിൽ കുറച്ച് 4ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ കോളിഫ്ലവർ ഇട്ടിട്ട് അടച്ചൊരു 5 മിനിറ്റ് വെക്കുക. വെന്തങ്ങ് പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എന്താ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒറ്റ വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ, ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല വലിയ പൂവൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ പച്ചമട്ടർ, നമ്മുടെ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ആയിട്ട് കുറച്ച് എൻ്റെ കയ്യിലിരുന്നതാണ് കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി, ഒരു 1/2 പിടി അത്രയും മതിയാവും കേട്ടോ. ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. മുളക് പൊടി അങ്ങ് ഒരുപാട് ചേർക്കരുത്, പച്ചമുളക് കൂടി ചേർത്തിട്ട് ബാലൻസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ ഓവറായിട്ടുള്ളൊരു കളറ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും ടേസ്റ്റും ഒരുപാട് മുളക് പൊടി ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പം അത്യാവശ്യം എരിവുള്ള മുളകാണ്, ഒരു പച്ചമുളക് ചേർത്തിട്ടാണ് മുളക് പൊടി ചേർത്തത്. അപ്പോൾ ഒരുപാട് എരിവാവാതിരിക്കാനും ശ്രദ്ധിക്കുക. ഓവറായിട്ട് എരിവായി കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു തേങ്ങയുടെ അരമുറി, ചെറിയ തേങ്ങയാണെങ്കിൽ അരമുറി മതിയാവും, അല്ലെങ്കിൽ ഒരു 2 പിടിയോളം 1.5-2 പിടിയോളം തേങ്ങ എടുക്കാം. അതിനകത്തേക്ക് ഒരു 6-7 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്, പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക, നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പം എന്താ നല്ലപോലെ തിളച്ച് നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർക്കണം കേട്ടോ. നട്ട്സ് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് ശരിക്കും ഒരു വെജിറ്റബിൾ കുറുമയാണ്. നമുക്ക് അപ്പം, ഇടിയപ്പം, ദോശ, അങ്ങനെ ഇഡ്ഡലി, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തി, പൂരി, അതുപോലെ തന്നെ വെജിറ്റബിൾ റൈസോ പുലാവോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ ഗരം മസാല തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് കുറുകി വരുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഗരം മസാല കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാലയാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ചില സമയത്തൊക്കെ ഗരം മസാല കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത്, എന്നാൽ നല്ല ലൂസാക്കി എടുക്കരുത്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ, നല്ലപോലെ തിളച്ച് കിട്ടണം. നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എന്താ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഉരുളക്കിഴങ്ങ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്, കാരണം ഇത് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഒരു 1-2 ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതായിരിക്കണം എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ കൂടുതൽ ലൂസാക്കി എടുക്കരുത്, കാരണം വെള്ളം പോലെ ആയിപ്പോവും. ഈ ഒരു പരുവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടി തണുക്കുമ്പോൾ ഒരു സ്വല്പം കൂടി തിക്കാവും. അതാണ് കറക്റ്റ് പരുവം കേട്ടോ. കാരണം ഓവർ തിക്കാക്കി വെച്ചാൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും, കാരണം നമ്മളിതിൽ തേങ്ങയും നട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.